ഞാൻ ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ പി ടി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പി ടി അക്കാഡമിക് ആവട്ടെ, പി ടി കോർ ആവട്ടെ, എല്ലാ ക്വസ്റ്റ്യനുകളും ചേർത്തുള്ള ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റീ ഓർഡർ ദ പാരഗ്രാഫ്. കുറെ അധികം ആൾക്കാർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. പക്ഷെ റീ ഓർഡർ ദ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണോ? അതിന്റെ റിലവൻസ് എന്താണ്? ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ പറയണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്താൽ റീ ഓർഡർ ദ പാരഗ്രാഫ് വിൽ ബിക്കം സോ മച്ച് മോർ ഈസിയർ. പ്ലസ് അവസാനം ഞാൻ 2 ചോദ്യങ്ങളും കൂടെ ചെയ്ത് കാണിച്ചു തരും. സോ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു പി ടി സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും. പി ടി റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോയുടെ ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പി ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാൻ എന്റെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാൻ തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴത്തെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. സോ പി ടി റീ ഓർഡർ ദ പാരഗ്രാഫിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. പി ടി കോർ എഴുതുന്നവർക്കും പി ടി അക്കാഡമിക് എഴുതുന്നവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ആദ്യം അറിയേണ്ട ബേസിക്സ് ഓഫ് പി ടി റീ ഓർഡർ ദ പാരഗ്രാഫ് ആണ്. 2 മുതൽ 3 ചോദ്യം വരെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വരണം. ചിലപ്പം പി ടി കോർ ആൾക്കാർക്ക് ചിലപ്പോൾ 4 ചോദ്യങ്ങൾ വരെ ഇൻ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ വരാം. 5 to 6 മാർക്സ് ടു യുവർ റീഡിംഗ് 90 ഈ പി ടി റീ ഓർഡർ ദ പാരഗ്രാഫ് തരും. ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വി ആർ prone to making mistakes in this because it is taken from CA exam. Okay, ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഒന്നായിട്ടുള്ള CA എക്സാമിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. സോ വി ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്, റൈറ്റ്? ബട്ട് ഗീവ് യുവർ ബെസ്റ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. യു ഹാവ് ടു ഗീവ് യുവർ ബെസ്റ്റ്. ഈ എല്ലാം തെറ്റിയാലും റീഡിംഗ് 90 നിങ്ങൾക്ക് കിട്ടും. റീ ഓർഡർ എല്ലാം തെറ്റിയാലും റീഡിംഗ് 90 കിട്ടും. പ്രൊവൈഡഡ് നിങ്ങൾ റീഡിംഗ് റൈറ്റിംഗ് FIB, റീഡിംഗ് FIB, ലിസണിംഗ് FIB, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്, ഈ 4 ചോദ്യങ്ങളും പക്കയാണെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് 90 കിട്ടും. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ 4 ചോദ്യങ്ങൾ നമ്മൾ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മണ്ടയിൽ റീ ഓർഡറും കൂടെ നമ്മൾ തെറ്റിച്ചാൽ അതിനനുസരിച്ച് റീഡിംഗ് സ്കോർ ഡൗൺ ആവും. സോ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഗീവ് യുവർ ബെസ്റ്റ്. ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 5 to 6 മാർക്സ്. ഞാൻ റാങ്കിങ് ഓൾ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദയർ പ്രയോറിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടാസ്ക് ഇൻ റീഡിംഗ് ആണ്. ടൈം മാനേജ്മെന്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. റീ ഓർഡർ ദ പാരഗ്രാഫ് ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 to 1.5 minutes പെർ ക്വസ്റ്റ്യൻ. അതിൽ കൂടുതൽ കൊടുക്കരുത്. മാസ്റ്റർ പ്ലാനിലോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ഈ കാര്യത്തിനെ പറ്റി ഞാൻ പറയാം. ശരി, ടാസ്ക് ഇൻ ദി എക്സാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇത് കാണും. പാരഗ്രാഫുകളൊക്കെ റീ ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ ഡ്രാഗ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടിടുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ആൻഡ് ഇത് 1-1.5 മിനിറ്റിൽ തീർക്കണം. നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ അത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെങ്കിൽ വെൽ ആൻഡ് ട്രൂലി ഗുഡ്. 1-1.5 മിനിറ്റ് കൊണ്ട് തീർക്കുക. കൂട്ടിയാൽ കൂടില്ലെങ്കിലും വെൽ ആൻഡ് ട്രൂലി ഗുഡ്. 1-1.5 മിനിറ്റ് കൊണ്ട് മാക്സിമം പേറുകൾ കണ്ടുപിടിക്കാൻ നോക്കുക. പേറുകൾ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടിടുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാം പോയി എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, എന്നാലും എല്ലാം പോവത്തില്ല. പരീക്ഷയിൽ നിങ്ങൾ നന്നായിട്ട് പി ടി റീ ഓർഡർ ദ പാരഗ്രാഫ് ആദ്യമേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ പരീക്ഷയിൽ വരുന്നത് കുറച്ചും കൂടെയൊക്കെ ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരി, മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണ് പറയുന്നത്? റീ ഓർഡർ ദ പാരഗ്രാഫ് പാർഷ്യൽ ക്രെഡിറ്റ് 1-0. അതായത് ഈച്ച് കറക്റ്റ് അഡ്ജസന്റ് ടെക്സ്റ്റ് ബോക്സിന്റെ പെയർ എന്ന് പറഞ്ഞാൽ അതായത് നോക്കിക്കേ, 1, 2, 3, 4, 5 5 സെന്റൻസുകളുണ്ട്. ഇതാണ് കറക്റ്റ് ഓർഡർ. 1, 2, 3, 4, 5 ആണ് കിടക്കേണ്ടത്. 1ഉം 2ഉം കറക്റ്റ് ഓർഡറിൽ മേളിൽ തന്നെ വന്നാൽ 1 മാർക്ക്, 2ഉം 3ഉം 1 മാർക്ക്, 3ഉം 4ഉം 1 മാർക്ക്, 4ഉം 5ഉം 1 മാർക്ക്. അല്ലാണ്ട് 1 അവിടെ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോണില്ല. 1ഉം 2ഉം വരണം, അടുത്തടുത്ത് വരണം. അത് 1ഉം 2ഉം കിടക്കേണ്ട സ്ഥലത്ത് തന്നെ വരണം. അതാണ് കുറച്ച് കൊനഷ്ടാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് 1 ഇവിടെ മേളിൽ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. 1ഉം 2ഉം വരണം, മേളിൽ തന്നെ വരണം. അതാണ്. ഓക്കെ, ഇങ്ങനെയാണ് സ്കോർ മാർക്കിംഗ് ക്രൈറ്റീരിയ പോകുന്നത്. ഇനി നമുക്ക് മാസ്റ്റർ പ്ലാനിലോട്ട് കടക്കാം. എന്താണ് ആ മാസ്റ്റർ പ്ലാൻ? റീഡിംഗ് ടാസ്ക് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് റീഡിംഗ് ടാസ്ക് ആണ്. നിങ്ങൾ 100% ഓഫ് ദ ബ്രെയിൻ കൊടുക്കണം. സ്പീക്കിംഗിൽ 100% ഓഫ് ദ ബ്രെയിൻ കൊടുക്കണ്ട, റൈറ്റിംഗിൽ കൊടുക്കണ്ട, റീഡിംഗിൽ കൊടുക്കണം, ലിസണിങ്ങിൽ കുറച്ചൊക്കെ കൊടുക്കണം. ഓക്കെ, സോ 100% ഓഫ് ദ ബ്രെയിൻ കൊടുത്തിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഒരു സിനിമ കാണുന്നത് പോലെ കാണുക. അതിനാണ് ഞാൻ റീഡിംഗ് സ്കിൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എസെൻഷ്യൽ സ്കിൽസ് ടു മാസ്റ്റർ ഫോർ PT എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊക്കെ വേറെ സ്കിൽസ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ വിഷ്വലൈസ് ചെയ്യുക. സിനിമ കാണുന്നത് പോലെ കാണുക. ഷെഡ് യുവർ ഈഗോ, ബി ഫ്ലെക്സിബിൾ. ക്വസ്റ്റ്യൻ തീർന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത് വരെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത് ഞാൻ ഇവിടെ കൊണ്ടിട്ടു ഡ്രാഗ് ചെയ്ത് ഇനി അവിടുന്ന് ഞാൻ മാറ്റത്തില്ല, ഇല്ല വേറെ ഒരെണ്ണം എൻ്റെ ഇടയിൽ കയറണം എന്ന് തോന്നണമെങ്കിൽ മാറ്റി ഇട്ടോണം. ഓക്കെ, ക്വസ്റ്റ്യൻ തീർന്നത് വരെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം.
ഐഡന്റിഫൈ പേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ പേഴ്സിനാണ് മാർക്ക്. പേറുകൾ കണ്ടുപിടിക്കുക. ക്ലൂസ് ആർ ഹിഡൻ എവറിവെയർ, ലുക്ക് ഔട്ട് ഫോർ ദം. ക്ലൂ ഉണ്ട്, ഭയങ്കര എവിഡന്റ് ആയിട്ട് അവർ ക്ലൂകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ചില ക്വസ്റ്റിന് ഭയങ്കര കഷ്ടമായിരിക്കും. അത് എന്നെ കൊണ്ടെടുത്താലും കൂടുതൽ, നിങ്ങളെ കൊണ്ടെടുത്താലും കൂടുതൽ. ഞാൻ ഇപ്പം 3000 ചോദ്യങ്ങൾ ഇന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തതിന് 3001ാമത്തെ ചോദ്യം ഇൻ റിയോഡ് ദ പാരഗ്രാഫ് ഞാൻ തെറ്റിക്കും. കാരണം അത് അത്രത്തോളം പാടാണ്. ഓക്കെ, എന്നാലും നിങ്ങൾ പേറുകൾ ഐഡന്റിഫൈ ചെയ്യുക. ക്ലൂസ് ഉണ്ട്, ക്ലൂ കണ്ടുപിടിച്ചാൽ പലയധികം പ്രശ്നങ്ങൾ കുറയും. ട്രാപ്സ് ആർ ഓൾസോ എവറിവെയർ, റീഡിങ് ത്രൂ ഔട്ട്. ക്ലൂസും കാണും, ട്രാപ്സും കാണും. ക്ലൂസിന്റെ കൂടെ തന്നെ ട്രാപ്സും കാണും. ട്രാപ്സിൽ ചെന്ന് നേരെ ചെന്ന് മൂക്ക് കുടിച്ച് വീണ പണി കിട്ടും. ഗെറ്റ് ദ ഹോൾ പിക്ചർ, ഗെറ്റ് ദ കോണ്ടെക്സ്റ്റ്. അവരെന്തിനെ പറ്റിയാണ് ഓരോ പാരഗ്രാഫിലും പറയാൻ നോക്കണമെന്ന് അറിയണം. ബട്ട് ഓൾ ഇൻ ഓൾ അവർ എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഈ 5 അല്ലെങ്കിൽ 6 പാരഗ്രാഫ് തന്നിരിക്കുമ്പോഴത്തേക്ക് എന്താണ് പറയുന്നത് അതും കൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ റിയോഡ് ദ പാരഗ്രാഫ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാര്യം വായിച്ച് മനസ്സിലാക്കുക. റീഡ് ഫാസ്റ്റ് യെറ്റ് ഗെറ്റ് ദ കോണ്ടെക്സ്റ്റ്. ഇതാണ് നമുക്ക് റിയോഡ് ദ പാരഗ്രാഫിന് 10 മിനിറ്റ് വെച്ച് തന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലേ? എല്ലാവരും PT ഫസ്റ്റ് ട്രൈ തന്നെ പാസ്സാവും. എന്തുകൊണ്ട് പാസ്സാവാൻ പറ്റുന്നില്ല? റീഡിങ് സ്കില്ല് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, റീഡിങ് സ്കില്ല് കൂട്ടണം. എന്നാലേ വായിക്കാം, പക്ഷെ പെട്ടെന്ന് വായിക്കാം, എന്നാലും പയ്യെ വായിച്ചാലുള്ള അത്രത്തോളം നന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെയാണ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. റീഡിങ് സ്കില്ല് ശരിയാവാതെ റീഡ് അലൗഡും റീഡിങ്ങിലുള്ള ഒരു ചോദ്യങ്ങളും ശരിയാവാൻ പോണില്ല. ശരി, കാര്യങ്ങൾ കുറച്ചും കൂടെ കടുക്കുകയാണ്, സീരിയസ് ആവുകയാണ്, ശ്രദ്ധിച്ചിരുന്നോ? സ്റ്റാർട്ടിംഗ് സെന്റൻസ് വിൽ ബി ആൻ ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് സെന്റൻസിനാണ് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇൻഡിപെൻഡന്റ് സെന്റൻസ്? അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഇറ്റ് മേക്ക് സെൻസ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അതായത് മൈ നെയിം ഇസ് നന്ദഗോപാൽ, ഇതൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ്. അതിന് ഫ്രണ്ടിലോ ബാക്കിലോ വേറെ ഇൻഫർമേഷൻ ഒന്നും വേണ്ട. അതായത് ഇതിന് മുമ്പ് എനിക്ക് കുറെ ഇൻഫർമേഷൻ കൊടുത്താലേ ഈ സെന്റൻസിലോട്ട് എത്തും, അങ്ങനെയൊന്നും ഇല്ല. അതിന് ശേഷം വേറെ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കണ്ട ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. മൈ നെയിം ഇസ് നന്ദഗോപാൽ ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ്. ട്രിവാൻഡ്രം ഇസ് എ ബ്യൂട്ടിഫുൾ സിറ്റി, അതിന് ഫ്രണ്ടിലോ ബാക്കിലോ ഒന്നും വേണ്ട. ഇതിനെയാണ് ഇൻഡിപെൻഡന്റ് സെന്റൻസ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് അതിന് നിൽക്കാൻ പറ്റും. ആൻഡ് മോസ്റ്റ്ലി ഇതായിരിക്കും ഫസ്റ്റ് സെന്റൻസുകൾ. ആൻഡ് ഇറ്റ് വിൽ ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കോണ്ടെക്സ്റ്റ്. എന്തിനെ പറ്റിയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഈ 4-5 പാരഗ്രാഫിൽ അതിനെ പറ്റിയിരിക്കും. അതാണ് ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഇൻഡിപെൻഡന്റ് സെന്റൻസ് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഓക്കെ, സംടൈംസ് ദ സ്റ്റാർട്ടിംഗ് സെന്റൻസ് ക്യാൻ ബി ഫ്രം ദ മിഡിൽ ഓഫ് ദ പാരഗ്രാഫ്. അതായത് ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ നിന്നും ഒരു പാരഗ്രാഫിന്റെ മിഡിലിൽ നിന്ന് അവർ എടുത്തിട്ട് റീ ഓർഡർ തന്നാൽ എന്ത് ചെയ്യും? എന്നാൽ ക്രൊണോളജിക്കൽ ഓർഡർ നോക്കണം, ടൈം ഫ്രെയിം നോക്കണം, സീക്വൻസ് നോക്കണം. എന്താണ് ക്രൊണോളജിക്കൽ ഓർഡർ? ഈ വർഷങ്ങളൊക്കെ പറയത്തില്ലേ, വർഷങ്ങളുടെ പ്രോഗ്രസ് പറഞ്ഞു പോകുമ്പോൾ ആ പ്രോഗ്രസീവായിട്ട് തന്നെ കൊടുക്കാനായിരിക്കും മിക്കവാറും റീ ഓർഡർ പാരഗ്രാഫ് നോക്കുന്നത്. PT-യിലുള്ള ഈ ട്രെൻഡ് ഇതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി. ഇൻ 1729 മാർത്താണ്ഡവർമ്മ ഫൗണ്ടഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് തിരുവിതാംകൂർ. തിരുവനന്തപുരം വാസ് മേഡ് ദ ക്യാപിറ്റൽ ഓഫ് 1795 ആഫ്റ്റർ ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ ഫ്രം പത്മനാഭപുരം ഇൻ കന്യാകുമാരി ഡിസ്ട്രിക്ട്. കണ്ട, 1795, 1729. 1729 ശേഷമല്ലേ 1795 വരത്തുള്ളൂ. അതുകൊണ്ട് റീ ഓർഡർ പാരഗ്രാഫ് ഒരിക്കലും ഈ സംഭവം ഇതിന്റെ മണ്ടയിൽ വരൂല എന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ, ദർ ക്യാൻ ബി എക്സെപ്ഷൻസ്, പക്ഷെ എക്സെപ്ഷൻസ് ആർ വെരി ലെസ്. ഓക്കെ, അപ്പം മിക്കവാറും ഓരോ വർഷങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കും. 1729 കഴിഞ്ഞിട്ടല്ലേ 1795 കൊടുക്കത്തുള്ളൂ. അതാണ്. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചോണം. ജനറൽ ടു സ്പെസിഫിക്, അതായത് അവർ ഒരു വലിയ കാര്യത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങി, പിന്നെ കുറച്ചും കൂടെ സ്പെസിഫിക് കാര്യങ്ങളായിട്ട്. അതായത് സോളാർ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങി, പ്ലാനറ്റിനെ പറ്റി പറയും, പ്ലാനറ്റുകളെ പറ്റി പറഞ്ഞിട്ട് എർത്തിനെ പറ്റി പറയും, എർത്തിനെ പറ്റി പറഞ്ഞിട്ട് കോണ്ടിനെന്റ്സിനെ പറ്റി പറയും, കോണ്ടിനെന്റ്സിനെ പറ്റി പറഞ്ഞിട്ട് രാജ്യങ്ങളെ പറ്റി പറയും. അതായത് ഇന്ത്യനെ പറ്റി പറയും, ഇന്ത്യനെ പറ്റി പറഞ്ഞിട്ട് അടുത്ത കേരളത്തിനെ പറ്റി പറയും, കേരളത്തിനെ പറ്റി പറഞ്ഞിട്ട് അടുത്ത തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനെ പറ്റി പറയും. കണ്ട, അങ്ങനെ ജനറൽ ആയിട്ട് തുടങ്ങിയിട്ട് സ്പെസിഫിക്കിലോട്ട് പോകും. അതായിരിക്കും മിക്കവാറും ചിലപ്പോൾ റീ ഓർഡർ പാരഗ്രാഫുകളിൽ തരാൻ പോകുന്ന ഓർഡർ. കേട്ടെ, ഇതൊന്ന് നോക്കി വെച്ചോണം. ഒരിക്കലും തിരുവനന്തപുരത്തിനെ പറ്റി പറഞ്ഞിട്ട് കേരളത്തിനെ പറ്റി പറയാൻ പറ്റൂല എന്ന് വെച്ചാൽ പറ്റും, പക്ഷെ റെയർലി ഹാപ്പൻസ്. ഓക്കെ, ഇതാണ് ഗെറ്റ് ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ക്ലൂ വേർഡ്സ് ഉണ്ട്. എന്താണത്? ആഫ്റ്റർ ദാറ്റ്, ഫൈനലി, ദെയർഫോർ. ഇതൊക്കെ ക്ലൂ വേർഡ്സ് ആണ്. ഇതൊക്കെ എന്തൊക്കെയോ ക്ലൂ തരാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ്. ഈ ക്ലൂകൾ കണ്ടുപിടിക്കണം. ലുക്ക് ഔട്ട് ഫോർ ടെൻസസ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, എസ്പെഷ്യലി വെൻ ദ ടൈം ഫ്രെയിം കംസ്. ടൈം ഫ്രെയിം വെച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്ന ചോദ്യങ്ങൾ, അതിലൊക്കെ ടെൻസുകൾ നോക്കിക്കണം. അവർ ഏത് ടെൻസിലാണ് അത് പറയുന്നത്. ആ ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പാസ്റ്റ് ടെൻസിനെ പറ്റി പറഞ്ഞിട്ടല്ലേ പിന്നെ പ്രസന്റും പിന്നെ അതിനുശേഷമല്ലേ ഫ്യൂച്ചറിനെ പറ്റി പറയത്തുള്ളൂ. അല്ലാണ്ട് ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞിട്ട് പാസ്റ്റിനെ പറ്റി പറയുമോ? സാധ്യതകൾ കുറവാണ്. എന്നാലും വരൂല എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. പക്ഷെ ഈ ഒരു ട്രെൻഡ് ചിലപ്പോൾ ഫോളോ ആവും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ ചോദ്യങ്ങളിൽ ഇത് മാറും. മനസ്സിലായോ? ഓവറോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളെ അപ്രോച്ച് മാറ്റണം.
വൺ ടോപ്പിക് അറ്റ് എ ടൈം. അതായത് മാർത്താണ്ഡവർമ്മ രാജാവിനെ പറ്റി പറയുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ രാജാവിനെ പറ്റി ഫുള്ള് പറഞ്ഞിട്ടേ അവരടുത്ത പഴശ്ശിരാജാവിനെ പറ്റി പറഞ്ഞു തുടങ്ങത്തുള്ളൂ. അല്ലാണ്ട് ഒരു പാരഗ്രാഫ് മാർത്താണ്ഡവർമ്മനെ പറ്റി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ കൊണ്ടിടുന്നത് ഒരിക്കലും പഴശ്ശിരാജാവിനെ പറ്റി ആയിരിക്കില്ല. മാർത്താണ്ഡവർമ്മനെ പറ്റി പറയാനുള്ള എല്ലാം പറയും. ചിലപ്പോൾ അത് 2 3 പാരഗ്രാഫിലായിരിക്കും. 4ാമത്തെ പാരഗ്രാഫിൽ പഴശ്ശിരാജ വരും. അതാണ് ലോജിക്ക്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നൗൺ പ്രൊനൗൺ റെഫറൻസിങ്. എന്താണ് നൗൺ? ഒരു സാധനം, ഒരു വ്യക്തി, ഒരു സ്ഥലം, ഇതിനെയൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോംസ് ആണ്. അതായത് ഒരാളെ പറഞ്ഞിട്ട് ഒരാണാണെങ്കിൽ അയാളെ ഹി എന്ന് പറഞ്ഞ് ഉപമിക്കൂലേ, അതിനെയാണ് നൗൺ പ്രൊനൗൺ. ഇത് തമ്മിലുള്ള റെഫറൻസിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമ്പിൾ നോക്കിയോ കാര്യം മനസ്സിലാവും. Connect nouns to pronouns. Okay, Marthandavarma used to rule Trivandrum. He is well renowned for his administrative decision. മാർത്താണ്ഡവർമ്മയാണ് അടുത്തതിൽ ഹീ ആയിട്ട് മാറിക്കണം. ആ ഒരു നൗണിനെ പ്രോനൗൺ ആയിട്ടുള്ള ഹീ ആയിട്ട് മാറും. ഒരിക്കലും പ്രോനൗൺ ആദ്യം വരത്തില്ല. ഇത് ബേസിക് കാര്യങ്ങളാണ്. ഇതുവരെ ആൾക്കാർ തെറ്റിക്കും. ഹീ ഈസ് വെൽ റിനൗൺ ഫോർ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആദ്യം കൊണ്ട് വെച്ചാൽ ഹൂ ഈസ് ആരാണെന്ന് അറിഞ്ഞൂടല്ലോ, മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മന് ശേഷമേ ഇത് വരത്തുള്ളൂ. ചിലപ്പോൾ ഇത് 2ാമത്തെ പാരഗ്രാഫ് ആയിരിക്കും, ഇത് 3ാമത്തെ പാരഗ്രാഫ് ആയിരിക്കും. അല്ലാണ്ട് ഹീ ചിലപ്പോൾ 2ാമത്തെ പാരഗ്രാഫായിട്ട് വരണം എന്നില്ല. ഇതേ ലോജിക്ക് നിങ്ങൾ റിയോടെ പാരഗ്രാഫിൽ ത്രൂ ഔട്ട് ഉപയോഗിച്ചോണം. അടുത്ത ഹി, ഷീ, ദേ, ഇറ്റ്, ദം, ദെയർ എക്സെട്ര സെന്റൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് പ്രോനൗൺസ് വിൽ നെവർ കം ആസ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. മനസ്സിലായ? പാരഗ്രാഫിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ക്ഷമിക്കേ. ഓക്കെ, ഹി, ഷീ, ദേ, ഇറ്റ്, ദം എല്ലാം പ്രോനൗണുകളാണ്. ഇതൊന്നും ഫസ്റ്റ് പാരഗ്രാഫ് വരില്ല. ഏതോ ഒരു സംഭവത്തിന്റെ ഏതോ ഒരാളെ കണക്ട് ചെയ്യാൻ ആണ് ഈ സംഭവം ഉപയോഗിക്കണം. അപ്പോൾ എന്തോ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു സാധനം വരത്തുള്ളൂ. സൂക്ഷിച്ച് കണ്ടൊക്കെ ഉപയോഗിക്കണം. അടുത്ത ലുക്ക് ഔട്ട് ഫോർ കണക്ടിങ് വേർഡ്സ്. എന്താണ് ഈ കണക്ടിങ് വേർഡ്സ്? ഇതൊക്കെയാണ് കണക്ടിങ് വേർഡ്സ്. ഓൾദോ, ദോ, ഇഫ്, അണ്ടിൽ, സിൻസ്, ബട്ട്, ആഫ്റ്റർ, ഓൾട്ടർനേറ്റീവ്ലി, ബിസൈഡ്സ്, ദെൻ, യെറ്റ്, ബിക്കോസ്, കോൺസിക്വന്റ്ലി, ചവറ് കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഇങ്ങനത്തെ കണക്ടിങ് വേർഡ്സ് ഉണ്ട്. ഈ കണക്ടിങ് വേർഡ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഹെൻസ് സെന്റൻസസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദീസ് ക്യാൻ നെവർ കം ആസ് ദ ഫസ്റ്റ് സെന്റൻസ്. ഓപ്പണിംഗ് സെന്റൻസ് ആയിട്ട് ഒരിക്കലും വരത്തില്ല. ഓൾദോ, ദോ എന്നൊക്കെ പറയുമ്പോൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല. അപ്പൊ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിന് മുമ്പ് ഒരു സാധനം വേണം. അപ്പോൾ ഒരിക്കലും ഇത് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് വരത്തില്ല. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ലിങ്ക് 2 സെന്റൻസസ്. ഏതോ 2 സെന്റൻസുകൾ തമ്മിലുള്ള ലിങ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ അയ്യേ ഇതൊക്കെ എന്തിരിക്കണം എന്ന് പറയും. നിങ്ങൾ ഇതേ സാധനം കൊണ്ട് തന്നെ പരീക്ഷയിൽ തെറ്റിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ റീഓർഡർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കും. അത് വരുത്താതിരിക്കുകയാണ് ഞാൻ ഇത് പറയണത് അടുത്തടുത്ത്. ഫുൾ നെയിം വിൽ ഓൾവേസ് കം ഫസ്റ്റ്, ദെൻ യു ക്യാൻ യൂസ് ദ ഷോർട്ട് നെയിം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മിസ്റ്റർ നന്ദഗോപാൽ ഇസ് എ റിനൗണ്ട് PT ട്രെയിനർ. ഹി ഈസ് വെൽ റിനൗണ്ട് ഫോർ ഹിസ് അട്രാക്റ്റീവ് ക്ലാസ്സസ് ആൻഡ് ഫൺ ഫീൽഡ് ക്ലാസ്സസ്. മനസ്സിലായ? ഹീക്ക് പകരം മിസ്റ്റർ ഗോപാൽ എന്ന് പറയാം. നന്ദഗോപാൽ എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ മിസ്റ്റർ ഗോപാൽ എന്ന് പറയാം. ഒരിക്കലും മിസ്റ്റർ ഗോപാൽ എന്ന് പറഞ്ഞിട്ട് നന്ദഗോപാൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട് അടുത്തതില് മിസ്റ്റർ ഷേക്സ്പിയർ അല്ലെങ്കിൽ ഷേക്സ്പിയർ എന്ന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, വില്യം ഷേക്സ്പിയർ ആണ് ആദ്യം വരേണ്ടത്. ഇഫ് നത്തിങ് വർക്ക്സ് മേക്ക് പെയർസ്. അല്ലെ, ഒന്നും ശരിയായില്ല, 1-1.5 മിനിറ്റ് കൊണ്ട് മാക്സിമം ട്രൈ ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ പേരുകൾ ഉണ്ടാക്കുക. അത് ഏകദേശം എവിടെ വരും എന്നനുസരിച്ച് ഇട്ട് കൊടുക്കുക. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എ ബോൾ ദ ബോൾ. ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കൊച്ചിലെ സ്കൂൾ വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ റോഡിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ബോൾ കിട്ടി. പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ബോൾ കിട്ടി. അത് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ കളിച്ചു തുടങ്ങി. കളിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചു. അതായത് ഇതിന്റെ കളറ് പച്ചയാണ്, ഇതൊരു ടെന്നീസ് ബോളാണ്, ഇത് നന്നായിട്ട് ബൗൺസ് ചെയ്യും. മനസ്സിലായ? ഇതിൽ തമ്മിലുള്ള ഒരു പാറ്റേൺ മനസ്സിലായ? റോഡിൽ കൂടെ വന്നപ്പോൾ ഏതോ ഒരു ബോളായിരുന്നു, ഒരു ബോൾ കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ ഇതിന്റെ കളറ് പച്ച, ഇതൊരു ടെന്നീസ് ബോൾ, ഏതോ ഒരു സാധനമായിരുന്നത് ഇതായിട്ട് മാറി. അതാണ് ആർട്ടിക്കൽ കോൺസെപ്റ്റ് ആണ്. എ ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബോൾ എന്നാണ് അർത്ഥം. ദ ബോൾ എന്ന് പറഞ്ഞാൽ ഈ ബോൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിരുന്നു. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയും ആനും ഇൻഡെഫിനിറ്റ് ആണ്. ആർട്ടിക്കൽ കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അറിയാം. ദ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എയും ദയും സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതായത് ഇതൊരു ബോൾ എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് ഒരാളുടെ പേര് പറഞ്ഞിട്ടായിരിക്കും. എ സയന്റിസ്റ്റ്, എ സ്റ്റുഡന്റ്, എന്നിട്ട് അടുത്തൊരു പാരഗ്രാഫിൽ ദ സ്റ്റുഡന്റ് ആയിട്ട് അത് മാറും. എയും ദയും പാരഗ്രാഫുകളിൽ വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് കണ്ടൊക്കെ ഉപയോഗിക്കണം. മോസ്റ്റ്ലി എ ബോൾ കഴിഞ്ഞിട്ടായിരിക്കും ദ ബോൾ, എ സ്റ്റുഡന്റ് കഴിഞ്ഞിട്ടായിരിക്കും ദ സ്റ്റുഡന്റ് അത് വരുന്നത്. ഇതാണ് എ ദ ആർട്ടിക്കൽ കോൺസെപ്റ്റ്. ഇനി ഇതിന്റെ വേറൊരു വേരിയേഷൻ ഉണ്ട്. 100 men ദ men. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നു. അവർക്ക് വേണ്ടി ഫുഡും അക്കോമഡേഷനും
ക്ഷേത്രത്തിന്റെ ആൾക്കാർ അറേഞ്ച് ചെയ്തു, ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ്സ് അറേഞ്ച് ചെയ്തു. ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ വന്നെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവർക്ക് ലക്ഷക്കണക്കിന് വന്നിട്ട് അടുത്ത് അവരായിട്ട് മാറി. നമുക്ക് വീണ്ടും ആ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾക്ക് അറേഞ്ച്മെന്റ് ചെയ്തു എന്ന് പറയണ്ട, അവർക്ക് അറേഞ്ച്മെന്റ് ചെയ്തു. നമുക്ക് ആദ്യം അറിഞ്ഞൂടെ എത്ര പെണ്ണുങ്ങളാണ്, ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ. അതിനുശേഷം അണ്ടർസ്റ്റുഡ് ആണ് ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ബാക്കി ചെയ്യുന്നത്. അപ്പം അതേപോലെ 100 men the men. ഓക്കെ, the men കഴിഞ്ഞിട്ട് 100 men എന്ന് പറയാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇത് ഈ റിയോർഡ് പാരഗ്രാഫും റീഡിങ് ത്രൂ ഔട്ട് എല്ലാം ഞാൻ പറഞ്ഞു തരുന്ന സാധനങ്ങൾ എഴുതി വെച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് നോക്കിക്കൊണ്ടിരുന്ന സമയം പോവും. ഇത് അറിഞ്ഞിരിക്കണം, നന്നായിട്ട് ടോപ്പ് ടു ബോട്ടം അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് റീഓർഡർ, പിന്നെ ഞാൻ റീഡിങ്ങിന്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് ചെയ്യണം. എന്നാൽ കാര്യങ്ങൾ എളുപ്പം. അല്ലാണ്ട് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം പോവും, 1-1.5 മിനിറ്റിലൊന്നും നടക്കത്തില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ ഈ കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗിക്കണം. ആ ഒരു സെൻസിബിലിറ്റി വന്നിരിക്കണം. ഓക്കെ, അടുത്തത് സിഗ്നൽ വേർഡ്സ്. ഓൾസോ അഡീഷണലി ടു മോർ ഓവർ എന്ന പോലത്തെ സിഗ്നൽ വേർഡ്സ് ആണ്. ഈ സിഗ്നൽ വേർഡ്സിന്റെ അർത്ഥം എന്താ? ഇനി എന്തോ വരാനുണ്ട്, എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. ആ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് ഇത് എന്ന് പറയുകയാണ് ഈ സിഗ്നൽ വേർഡ്സിന്റെ ഇത് മോർ ടു കം. ഓക്കെ, വേറെ കുറച്ച് സിഗ്നൽ വേർഡ്സ് ഉണ്ട്. however but nevertheless although yet on the contrary. ഇതെല്ലാം കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ് ഇവിടെ വരുന്നതാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ വരുന്നത് മിക്കവാറും ഈ വാക്കുകളൊക്കെ ഏതെങ്കിലും സെന്റൻസിന്റെ തുടക്കത്തിലായിരിക്കും. അപ്പം ഈ ഓൾസോ അഡീഷണലി ടു മോർ ഓവർ വന്നാൽ എന്തോ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻസിൽ കൊടുക്കണം. however but nevertheless എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ഇതിവിടെ പറയാൻ പോകുന്നത്. സൂക്ഷിച്ചും കണ്ടൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത് 100% ബ്രെയിൻ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് സബ്ജക്ട് ഒബ്ജക്ട് സബ്ജക്ട്. അതായത് എന്താണെന്ന് ഞാൻ ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹി ഈറ്റ്സ് ആപ്പിൾ. ഇതിലെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഹി ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആപ്പിൾ ആണ്. ഈ സബ്ജക്ട് ഒബ്ജക്റ്റിലോട്ട് ഒരു ആക്ഷൻ ചെയ്യുകയാണ്, ഈറ്റിംഗ് എന്നൊരു ആക്ഷൻ ചെയ്യുകയാണ്. അപ്പം അത് വെർബാണ്. ഓക്കെ, ഹി ഈറ്റ്സ് ആപ്പിൾ, സബ്ജക്ട് ഹി, ഈറ്റ്സ് വെർബ്, ഒബ്ജക്റ്റ് ആപ്പിൾസ്. ഇനി ഇത് ഒരു പാരഗ്രാഫ് വന്നു. അടുത്ത പാരഗ്രാഫിലെ ഈ ഇവിടെ കിടന്ന ആപ്പിൾസ് എന്ന സബ്ജക്ട് കയറി അടുത്ത പാരഗ്രാഫിലെ ഒബ്ജക്റ്റ് ആവും. അതായത് ഈ ആപ്പിളിനെ പറ്റിയായിരിക്കും അടുത്തതിൽ പറയണത്. എല്ലാ റിയോർഡ് പാരഗ്രാഫും ഇങ്ങനെയല്ല, പക്ഷെ കുറെ അധികം റിയോർഡ് പാരഗ്രാഫ് ഇനി തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സബ്ജക്ട് ഒബ്ജക്ട് സബ്ജക്ട് വെച്ചാണ് പോകുന്നത്. അപ്പൊ ഹി ഈറ്റ്സ് ആപ്പിൾ ഇവിടെ ആയിരുന്ന സബ്ജക്ട്, ഇവിടെ കിടന്ന ഒബ്ജക്ട് അടുത്തതിലെ സബ്ജക്റ്റ് ആവും. എന്താണ്? ദ ആപ്പിൾസ് ഹി ഈറ്റ് ആർ ഡിലീഷ്യസ്. ആപ്പിൾ ഇവിടെ ഒബ്ജക്റ്റ് ആയിരുന്നു, അടുത്തതിൽ കയറി സബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇത് ആപ്പിൾ തന്നെ വേണമെന്നില്ല, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ റീഓർഡർ ദ പാരഗ്രാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ബട്ട് മോസ്റ്റ്ലി ഇങ്ങനത്തെ സിനേറിയോസിൽ സിനോണിംസ് ആയിരിക്കും തരുന്നത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥമുള്ള വേറെ വേറെ വാക്കുകൾ. അതായത് ആംഗ്രി എന്ന് പറഞ്ഞിട്ട് ഹി ഈസ് വെരി ആംഗ്രി, ഹി ഈസ് ഫ്യൂരിയസ് അബൌട്ട് ദിസ് ആൻഡ് ദിസ് എന്ന് പറയും. കണ്ട, ആംഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും ആംഗ്രി തന്നെ വരണമെന്നില്ല. ആപ്പിൾ കഴിഞ്ഞാൽ അടുത്ത ആപ്പിളെ വരത്തുള്ളൂ, പക്ഷെ ആംഗ്രി കഴിഞ്ഞാൽ ഫ്യൂരിയസ് വരാം, എബിലിറ്റി കഴിഞ്ഞാൽ സ്കില്ല് വരാം, ഫാസ്റ്റ്, സ്വിഫ്റ്റ്, സ്മോൾ, ടൈനി. അതായത് സിനോണിംസ് ആയിരിക്കും കൂടുതൽ ഇങ്ങനെ സബ്ജക്ട് ഒബ്ജക്ട് സബ്ജക്ട് വരുന്ന റിയോർഡ് പാരഗ്രാഫുകളിൽ വരാൻ പോകുന്നത്. ഇത് മനസ്സിൽ നന്നായിട്ട് ഓർത്ത് വെച്ചോ. ശരി, ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ കാണും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കൂടെ തന്ന ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടാതെ നടത്താതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. 1-1.5 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റിനുള്ളിൽ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് ബാക്കി എക്സ്പ്ലനേഷൻ കണ്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കാം. ആദ്യം നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഇൻഡിപെൻഡന്റ് സെന്റൻസ് നോക്കാം. ഓൾട്ടർനേറ്റീവ്ലി ടെനൻസ് ഹാവ് ദ ഓപ്ഷൻ ടു ടാക്കിൾ ദ ഇഷ്യൂ ദംസെൽഫ് വിത്ത് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. ഇത് ഒരിക്കലും ഇൻഡിപെൻഡന്റ് സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് ആകത്തില്ല. കാരണം ഓൾട്ടർനേറ്റീവ്ലി എന്നാണ്. അതായത് കോൺട്രാസ്റ്റ് കാണിക്കാനുള്ള സിഗ്നൽ വേർഡ്സ് എന്ന് പറഞ്ഞില്ലേ, ഓൾട്ടർനേറ്റീവ്ലി ഒരിക്കലും തുടക്കത്തിൽ വരില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ടെനൻസ് ഹാവ് ദ ഓപ്ഷൻ ടു ടാക്കിൾ ദ ഇഷ്യൂ ദംസെൽഫ്. ടെനൻസ് എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് ഇല്ലേ, ഫാർമേഴ്സ് പോലെ ഈ പാട്ടത്തിനെടുത്തിട്ട് ജോലി ചെയ്യത്തില്ലേ, ഓരോരുത്തരുടെ ആൾക്കാരുടെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഫാം ചെയ്യുന്ന ആൾക്കാരാണ് ടെനൻസ് എന്ന് പറയുന്നത്. ടാക്കിൾ ദ ഇഷ്യൂ ദംസെൽഫ് വിത്ത് അപ്രോപ്രിയേറ്റ്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അത് തനിയെ അവർക്ക് സ്വയം തന്നെ ഡീൽ ചെയ്യാമെന്നാണ് ഇതിന്റെ അർത്ഥം. അത് അവിടെ ഇരിക്കട്ടെ. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ബഗ്സ് ആൻഡ് ദ ലാൻഡ് ലോഡ് ഇസ് ഇൻ അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ദർ ആർ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക്. ഇതൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് അല്ലേ, ഇത് മിക്കവാറും ഫസ്റ്റ് ആയിരിക്കും. നോക്കാം, എടുത്ത് മറ്റേ തോക്കിക്കറി വെടി വെക്കണ്ട. ബഗ്സ് അതായത് കീടങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലാൻഡ് ലോഡ്, ലാൻഡിന്റെ ഓണർ സഹായിക്കുന്നില്ലെങ്കിൽ
there are steps you can take. Okay, അത് ഫസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ദിസ് പ്രോആക്റ്റീവ് അപ്രോച്ച്, ദിസ് എന്ന് പറഞ്ഞാൽ ഇതെന്നാണ്. ഏതെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അത് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവില്ല, ഫസ്റ്റ് വരത്തില്ല. എന്തായാലും നോക്കി നോക്കാം. പ്രോആക്റ്റീവ് അപ്രോച്ച് എൻഷുവേഴ്സ് ദാറ്റ് ടെനൻസ് ക്യാൻ മെയിൻറ്റെയിൻ എ ഹെൽത്തി ആൻഡ് പെസ്റ്റ് ഫ്രീ. അപ്പൊ എന്തൊക്കെയോ ചെയ്താൽ അവർക്ക് പെസ്റ്റ് ഫ്രീയും ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാമെന്നാണ്. അപ്പൊ അതുമല്ല, ലാസ്റ്റ് വണ്ണും കൂടെ നോക്കിയാൽ യു ക്യാൻ റിപ്പോർട്ട് ദ പ്രോബ്ലം ടു ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഹു ക്യാൻ സെൻഡ് ദ പ്രൊഫഷണൽസ് ടു ഹാൻഡിൽ ഇറ്റ്. യു ക്യാൻ റിപ്പോർട്ട് ദ പ്രോബ്ലം. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഗവൺമെന്റിനെ അറിയിച്ച് അവിടുത്തെ ആൾക്കാരെ അവർ പറഞ്ഞു വിടുന്നതാണ്. എന്തോ ഒരു പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആണെന്ന് ഇതുവരെ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതും അല്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് സെന്റൻസ് വേറെ ഒന്നുമില്ല, ബി മാത്രമാണ് ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ്, അതേ വരത്തുള്ളൂ. അപ്പൊ ബി ആണ് ഫസ്റ്റ്. ഇനി ബി ഒരേ കൂടെ വായിക്കേ. ലാൻഡ് ലോഡ് ഇസ് അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ദർ ആർ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ ഇനി അടുത്ത എന്താ? സബ്ജക്ട്, ഒബ്ജക്ട്, സബ്ജക്ട്. ഇവിടുത്തെ സബ്ജക്ട് ആയിട്ടുള്ള ഈ സ്റ്റെപ്പുകൾ അടുത്തതിൽ കയറി, ഇതിലെ ഒബ്ജക്ട് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അടുത്തതിൽ കയറി സബ്ജക്ട് ആയിട്ട് മാറും. അപ്പൊ ഈ സ്റ്റെപ്പുകളെ പറ്റിയായിരിക്കും ഇനി പറയാൻ പോകുന്നത്. യു ക്യാൻ റിപ്പോർട്ട് ദ പ്രോബ്ലം ടു ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഹു ക്യാൻ സെൻഡ് പ്രൊഫഷണൽസ് ടു ഹാൻഡിൽ ഇറ്റ്. അതായത് ഈ പ്രശ്നം ലാൻഡ് ലോഡ് നോക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ആദ്യം ഗവൺമെന്റിനെയാണ് അറിയിക്കേണ്ടത്. അതാണ് ആ സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, അപ്പൊ ബി കഴിഞ്ഞിട്ട് ഡി. ഓൾട്ടർനേറ്റീവ്ലി ഇതിന് പുറമെ സിഗ്നൽ വേർഡ് കണ്ടുപിടിച്ച് ഇത് ഈ ഗവൺമെന്റിന് കൊടുത്തിട്ട് അതിന് പുറമെ ടെനൻസ് ഹാവ് ദ ഓപ്ഷൻ ടു ടാക്കിൾ ദ ഇഷ്യൂ ദംസെൽസ് വിത്ത് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് ഡീൽ ചെയ്തോ. നിങ്ങൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ട് അതാണ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ആൻഡ് ഡീൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കണം. അപ്പം അതും കണ്ട അവിടെയും ക്ലൂ നമ്മൾ ഉപയോഗിച്ചു, കണക്ടിങ് വേർഡ് ഉപയോഗിച്ചു. അപ്പം ബി കഴിഞ്ഞിട്ട് ഡി വന്നു, ഡി കഴിഞ്ഞിട്ട് എ വന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ, സി. ദിസ് പ്രോആക്റ്റീവ് അപ്രോച്ച് എൻഷുവേഴ്സ് ടെനൻസ് ഹാവ്. അതായത് കണ്ട, ഇപ്പൊ നമ്മൾ ഒരു പ്രോആക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഒരു ഇഷ്യൂ ഉണ്ട്, അത് രണ്ട് രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഈ പ്രോആക്റ്റീവ് അപ്രോച്ച് ആണ് ടെനൻസ് ക്യാൻ മെയിൻറ്റെയിൻ എ ഹെൽത്തി ആൻഡ് പെസ്റ്റ് ഫ്രീ ലിവിംഗ്. പെർഫെക്റ്റ്. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇത്ര സമയം എടുത്തു. ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തത് തന്നെ ഏകദേശം ഒരു 1.25 മിനിറ്റ് ആണ് എടുത്തത്. പറ്റുമെങ്കിൽ ഇത്രയും തന്നെ സ്പീഡ് കൈവരിക്കാൻ നോക്കുക. റീഡിംഗ് സ്കില്ല് കൂടിയാലേ ഇത്രയും സ്പീഡ് കിട്ടത്തുള്ളൂ. എന്തായാലും ചെയ്തിട്ട് ഫുള്ള് കിട്ടിയവർ താഴെ കമന്റ്സിലിട്ടോ. ഇതിന്റെ ഉത്തരം 1, 2, 3 മാർക്കിനാണ്. അതായത് ഒരു പെയർ ശരിയായാൽ 1 മാർക്കാണ്. അതുപോലെ 3 പെയറുകളുണ്ട് ഇവിടെ. ഏതൊക്കെയാണ് ആ പെയറുകൾ? ബി, ഡി, എ, സി. ബി ഡിക്ക് 1 മാർക്ക്, ഡി എക്ക് 1 മാർക്ക്, എ സിക്ക് 1 മാർക്ക്. ഓക്കെ, ഫുള്ള് കിട്ടിയവർ കമന്റ് സെക്ഷനിൽ ഇട്ടോ. എത്ര മാർക്ക് കിട്ടി അത് താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി കേട്ടോ. അടുത്ത് ഇനി ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഇത് കുറച്ച് എളുപ്പമായിരുന്നു. കുറച്ചും കൂടി ഒരു ട്രിക്കി ചോദ്യം തരട്ടെ. ഇത് ചെയ്യും. ഇത് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വാ. ഓക്കെ, നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. കുറച്ച് ട്രിക്കിയാണ്, പക്ഷെ ഇറ്റ്സ് പ്രിറ്റി ഈസി. നിങ്ങൾക്ക് കാര്യം കിട്ടിയാൽ എളുപ്പമാണ്. ആദ്യം ഇൻഡിപെൻഡന്റ് സെന്റൻസ് കണ്ടുപിടിക്കും. വൈൽ നോട്ട് ഓൾ ഔൾസ് ആർ നൊക്ടേണൽ, മെനി ആർ ആൻഡ് ദ നോയ്സസ് ദേ മേക്ക് ഓഫൺ ഹേർഡ് ഇൻ റൂറൽ ഏരിയാസ്. അത് ഔൾസിനെ പറ്റിയാണ്, മൂങ്ങളെ പറ്റിയാണ് പറയുന്നത്. നൊക്ടേണൽ ആണ്, നോയ്സസ് അവരുണ്ടാക്കും. അത് റൂറലും ഗ്രാമപ്രദേശങ്ങളിലും കാടുള്ള സ്ഥലങ്ങളിലുമാണ് കേൾക്കാൻ പറ്റുന്നതെന്നാണ് ഇത്. അപ്പൊ വയൽ നോട്ട് ഓൾ ഔൾസ് ആർ. വയൽ എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ആവാൻ സാധ്യതയില്ല. അത് അവിടെ ഇരിക്കട്ടെ. ദ എക്സാക്ട് സൗണ്ട് ആൻഡ് മീനിങ് ഓഫ് ദീസ് നോയ്സസ് വേരീസ് ബൈ ഔൾ സ്പീഷീസ്. ഇതിന്റെ കറക്റ്റ് മീനിങ് ഓഫ് ഈ നോയ്സ് ഉണ്ടാക്കുന്നതിന്റെ മീനിങ്സ് ഓരോ ഔൾ സ്പീഷീസിലും മാറി മാറിയിരിക്കും. എക്സാക്ട് സൗണ്ട് ആൻഡ് മീനിങ് ഓഫ് ദീസ് നോയ്സസ്. ദീസ് നോയ്സസ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നോയ്സിനെ പറ്റി നേരത്തെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആവത്തില്ല. ദീസ് നോയ്സസ് ആണ്. ദ നോയ്സസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ശരിയാവുമായിരുന്നു. ദീസ് നോയ്സസ് വേറെ എന്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും അല്ല ഇൻഡിപെൻഡൻസ്. ദിസ് മീൻസ് ദേ ആർ നോൺ ഫോർ ബീയിങ് അലേർട്ട് അറ്റ് നൈറ്റ് ആൻഡ് സ്ലീപ് ഡ്യൂറിംഗ് ദ ഡേ. ദിസ് മീൻസ് വാട്ട് മീൻസ് എന്താണ്? വാട്ട് ഈസ് ദ മീനിങ്? ഇതും ഇൻഡിപെൻഡന്റ് അല്ല. എന്തോ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ദിസ് മീൻസ് പറഞ്ഞത്. ഔൾസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഐഡന്റിഫയബിൾ നൊക്ടേണൽ ആനിമൽസ്. ഇത് ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഓക്കെ, ഔൾസ് ഭയങ്കര ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു നൊക്ടേണൽ ആനിമൽ ആണ്. ദീസ് സൗണ്ട്സ് ഇൻക്ലൂഡ് ഹൂട്ട്സ്, സ്ക്രീച്ചസ്, ബാർക്സ്, ഗ്രൗൾസ്. അതായത് സൗണ്ടുകളെ പറ്റിയാണ് ദീസ്. ഓക്കെ, ഇതും അല്ല ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇൻഡിപെൻഡന്റ് സെൻസ് ഡി ആണ് ഫസ്റ്റ്, നമ്മളത് ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഐഡന്റിഫയർ അത് നോക്കാം. അവസാനം നൊക്ടേണൽ ആനിമൽ. സബ്ജക്ട്, ഒബ്ജക്ട്, സബ്ജക്ട്. അപ്പൊ മിക്കവാറും നൊക്ടേണൽ ആനിമൽസിന്റെ ഡെഫിനിഷൻ നോക്കണം. ദിസ് മീൻസ് ദേ ആർ നോൺ ഫോർ ബീയിങ് അലേർട്ട് അറ്റ് നൈറ്റ് ആൻഡ് സ്ലീപ്പിംഗ് ഡ്യൂറിംഗ് ദ ഡേ. നൊക്ടേണൽ ആനിമൽസിന്റെ ഡെഫിനിഷൻ അതാണ്. നമ്മളൊക്കെ രാത്രിയാകുമ്പോൾ വീട്ടിൽ കയറും, കിടന്നുറങ്ങും. ഈ ഔള് പോലത്തെ അനിമൽസിന് നൊക്ടേണൽ, രാത്രി വിഹരിക്കുന്ന, രാത്രി ഹണ്ട് ചെയ്ത് രാത്രി കഴിക്കുന്ന, രാവിലെ കിടന്ന് ഉറങ്ങുന്നവരുമാണ് നൊക്ടേണൽ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പം ഡി കഴിഞ്ഞിട്ട് സി, ഡ്യൂറിംഗ് ദ ഡേ.
എന്നിട്ടുള്ളത് നമുക്ക് മൂന്നെണ്ണം, എ ഉണ്ട്, ബി ഉണ്ട്, ഇ ഉണ്ട്. ദ എക്സാക്ട് സൗണ്ട് ആൻഡ് സൗണ്ടിനെ പറ്റി അപ്പോഴും പറഞ്ഞിട്ടില്ല. ദീ സൗണ്ട്സ് ഇൻക്ലൂഡ്, അത് സൗണ്ടിനെ പറ്റി അപ്പോഴും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ നൊക്ടേണലിന്റെ ഡെഫിനേഷൻ കൊടുത്തതേ ഉള്ളൂ. വൈൽ നോട്ട് ഓൾ ആൾസ് ആർ നൊക്ടേണൽ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ മാർത്താണ്ഡവർമ്മ പഴശ്ശിരാജ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞില്ലേ മാർത്താണ്ഡവർമ്മനെ പറ്റി ഫുൾ പറഞ്ഞു തീർത്തിട്ടേ പഴശ്ശിരാജനെ പറ്റി പറയത്തുള്ളൂ. വൈൽ നോട്ട് ഓൾ ഔൾസ് ആർ നൊക്ടേണൽ. ഇവിടുത്തെ മാർത്താണ്ഡവർമ്മ നൊക്ടേണൽ അനിമൽസിനാണ്. അതായത് നൊക്ടേണലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പറഞ്ഞു തീർക്ക്. എല്ലാം നൊക്ടേണൽ അല്ല. മെനി ആർ ആൻഡ് ദ നോയ്സസ് ദേ മേക്ക്. അവിടെ നോയ്സ് കയറി വന്നു, നാച്ചുറൽ ആയിട്ട് നോയ്സ് കയറി വന്നു. അതിനുശേഷം ഇനി നോയ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ടെണ്ണം കറക്റ്റ് ഓർഡറിൽ ഇട്ട് കൊടുത്താൽ മതി, കാര്യങ്ങൾ എളുപ്പമായി. മനസ്സിലായ? ഒന്നുമില്ല, നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാൽ ഈ സ്ട്രാറ്റജീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്താൽ ഭയങ്കര അധികം എളുപ്പവും. നിങ്ങൾ ഇതുവരെ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വെൽ ഡൺ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ മിക്കവരും ഇത് ഒരു 4-5 മിനിറ്റ് ആകുമ്പം ക്ഷമ ഇട്ടിട്ട് പോവും. ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഞാൻ പറയണ വിശ്വസിക്ക്. കുറച്ചുകൂടെ ഒക്കെ കോൺഷ്യസ് ആയിട്ട് ഇരുന്നാൽ നിങ്ങൾക്കും റിയോയുടെ പാരഗ്രാഫിലെ പ്രശ്നങ്ങൾ കുറെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈൽ നോട്ട് ഓൾസ് ആർ നൊക്ടേണൽ നോയ്സസ്. ആ നോയ്സുകൾ ഇങ്ങനെ വുഡഡ് ഏരിയാസ്, ഫോറസ്റ്റുകളിൽ, റൂറൽ ഏരിയാസിലും കേൾക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇനി നോയ്സിനെ പറ്റി പറയാം. നോയ്സുമായിട്ട് ബന്ധപ്പെട്ട് 2 സാധനങ്ങളേ ഉള്ളൂ, അതിനെ കറക്റ്റ് ഓർഡറിലാക്കണം. ദ എക്സാക്ട് സൗണ്ട് ആൻഡ് മീനിങ് ഓഫ് ദീസ് നോയ്സസ് വേരീസ് ബൈ ഓൾ സ്പീഷീസ്. ഉണ്ട് ദീസ് സൗണ്ട് ഇൻക്ലൂഡ്സ് സ്ക്രീച്ചസ്. ഈ വരാനാണ് സാധ്യത, അതിനുശേഷം ഈ വരാനേ സാധ്യതയുള്ളൂ. കാരണം ഈ നോയ്സുകൾ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ആ നോയ്സുകൾ എന്തൊക്കെയാണ്? ഹൂട്ട്സ്, സ്ക്രീച്ചസ്, ബാക്സ്, ഗ്രൗൾസ്. ഇതൊക്കെ നോയ്സുകളാണ്. എന്നിട്ടാണ് പറയുന്നത് ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. And it varies from species to species. The exact sound and meaning of these noises varies by all species. അപ്പൊ കറക്റ്റ് ഓർഡർ എന്താ? DACEB ആണോ? അല്ല. ഔൾസ് ആർ മോസ്റ്റ് ഡി, മിക്കവാറും DACEB എന്നാണ് എഴുതുന്നത്. കറക്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ DCAEB ആണ് കറക്റ്റ് ഓർഡർ. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇത് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, യു ട്രൈഡ് യുവർ ബെസ്റ്റ്, റൈറ്റ്? അപ്പൊ ഇപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉൾക്കൊണ്ട് ചെയ്താൽ റീഓർഡർ ദ പാരഗ്രാഫ് വിൽ ബിക്കം സോ മച്ച് മോർ ഈസിയർ ഫോർ യു. സോ ഇതാണ് വീഡിയോ. അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ വെൽ ഡൺ ഗൈസ്. ഓക്കെ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വളരെയധികം സമയമൊന്നും ഇതിനു വേണ്ടി അലോട്ട് ചെയ്യേണ്ട. പക്ഷെ ഡെയിലി ഒരു നാക്ക് കിട്ടാൻ വേണ്ടി ഒരു 5-6 റിയോളത്തെ പാരഗ്രാഫ് വെച്ച് ചെയ്തോ. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ ഓർത്തിരുന്നോണം. സോ ഇതാണ് വീഡിയോ. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു ലോങ് വീഡിയോ ആണ്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വഴി ഞാൻ പഠിപ്പിച്ചു തരും. അറ്റ് ആൻ അഫോർഡബിൾ റേറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. സോ PT റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് 2 ദിവസത്തിനുള്ളിൽ കാണുന്നവരെ ടാറ്റ, ടേക്ക് കെയർ, കീപ് ലേണിംഗ്, സ്റ്റേ സേഫ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗദർ.